ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മോക്കപ്പ് ടെസ്റ്റ് ആണ് കേട്ടോ. അതായത് ടെൻസസ് എന്നുള്ള മോക്കപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 5 സെക്കൻഡ്സ് ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റിന് ശേഷവും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ 15 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദി ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. ആൻസർ അറൈവ്ഡ് ആണ്. വെൻ ദ മിനിസ്റ്റർ അറൈവ്ഡ് ദി ഫംഗ്ഷൻ സ്റ്റാർട്ടഡ്. മിനിസ്റ്റർ എത്തിയപ്പോൾ തന്നെ ഫംഗ്ഷൻ തുടങ്ങിയെന്ന്. ഓക്കെ, അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ എന്താ, വെൻ ദ മിനിസ്റ്റർ അറൈവ്ഡ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ് അതും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമാറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ. ആൻസർ അറൈവ്സ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്തൊരു ക്ലൂ ഉണ്ട്. ടുമാറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഇസ് ഓൾറെഡി പ്ലാൻഡ് അല്ലേ. പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ ടെൻസ് വെച്ചിട്ടാണ് പറയാറുള്ളത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ച് പറയാറുണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് പറയാറുണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസും വെച്ചിട്ട് പറയാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ദ പ്രൈം മിനിസ്റ്റർ അറൈവ്സ് ടുമാറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ ആണ്. നമ്മുടെ 4 ഓപ്ഷൻസിൽ വേറെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറൈവ്സ് എടുക്കാം. പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് എന്ന് പറയുന്നത് അറൈവ്സ് ആണ്. My hen dash 7 eggs each week. ആൻസർ ലേസ് ആണ്. മൈ ഹെൻ ലേസ് 7 eggs each week. കാരണം ഓരോ ആഴ്ചയും 7 eggs വീതം തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു റുട്ടീൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി റുട്ടീൻ, അതുപോലെ തന്നെ ഹോബീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹെൻ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്ന വെർബ് എന്താ? ലേസ് ആണ്. The child dash very much since I last saw her. ആൻസർ എന്താണ്? ഹാസ് ഗ്രോൺ ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലായ ഹാസ് ഗ്രോൺ ആണെന്നുള്ളത്? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിനകത്തൊരു ക്ലൂ ഉണ്ട്. നോക്കിയേ, ദ ചൈൽഡ് ഡാഷ് വെരി മച്ച് സിൻസ് ഐ ലാസ്റ്റ് സോ ഹർ. സിൻസ് എന്നുള്ള വാക്കുണ്ട് അല്ലേ. അപ്പോൾ സിൻസും ഫോറൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അത് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും എന്നുള്ളതാണ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ആയിട്ടുള്ളത് ഏതാണുള്ളത്? ഈ 4 ഓപ്ഷനകത്തുനിന്നും പെർഫെക്റ്റ് ടെൻസ് ഏതാണുള്ളത്? ഒന്ന് ഹാസ് ഗ്രോൺ ഉണ്ട്, ഇസ് ഗ്രോയിങ് ഉണ്ട്, ഗ്രോസ് ഉണ്ട്, ഗ്രൂ ഉണ്ട്. ഹാസ് ഗ്രോൺ അല്ലേ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദ ചൈൽഡ് ഹാസ് ഗ്രോൺ വെരി മച്ച് സിൻസ് ഐ ലാസ്റ്റ് സോ ഹർ. ഐ ഡാഷ് വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ 2 weeks നൗ. ആൻസർ ഹാവ് ബീൻ ആണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ 2 weeks നൗ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ക്ലൂ ഉണ്ട് അല്ലേ. ഫോർ 2 weeks നൗ ഒരു 4 കാണാനുണ്ട്. അപ്പോൾ ഈ ഫോറും സിൻസും ഒക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസ് നോക്കാം. ഇതിനകത്ത് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു ഫോമാണ്. പിന്നെയുള്ള ആം നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ വാസ് നമുക്ക് ഒഴിവാക്കാം, കാരണം എന്തായാലും പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 2 ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ. ഏതാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലൂ ആണ് നൗ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് പ്രസൻറ്റ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ 2 weeks നൗ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹാവും ഹാസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്താണ്. ക്ലിയർ ആയില്ലേ? ഇറ്റ് ഡാഷ് ഹെവിലി വെൻ ഐ വോക്ക് അപ്പ് യെസ്റ്റർഡേ. ആൻസർ വാസ് റെയിനിങ് ആണ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വെൻ ഐ വോക്ക് അപ്പ് യെസ്റ്റർഡേ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ലൂ ഉണ്ട്. അതിനകത്ത് യെസ്റ്റർഡേ എന്നുള്ളൊരു വാക്കുണ്ട്. ഈ യെസ്റ്റർഡേ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും എന്തായാലും പാസ്റ്റ് ആണ്, മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ് റെയിനിങ്ങും ഹാസ് ബീൻ റെയിനിങ്ങും ഒക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇന്നലെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചോ, ആ സമയത്ത് വേറൊരു കാര്യം വന്ന് ഇൻട്രപ്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ നടന്നുകൊണ്ടേയിരുന്ന കാര്യത്തെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും
അതുപോലെ തന്നെ ഇൻറപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയാറുള്ളത് അല്ലേ, ഇന്നലെ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, അത് അങ്ങനെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ, ഞാൻ വോക്ക് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോക്ക് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ദേ ഡാഷ് ടുഗെദർ സിൻസ് 2001. ആൻസർ ഹാവ് ബീൻ ലിവിങ് ആണ്. ദേ ഹാവ് ബീൻ ലിവിങ് ടുഗെദർ സിൻസ് 2001. എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, സിൻസ് എന്നുള്ള വാക്കുണ്ട് അല്ലേ. അപ്പോൾ സിൻസും ഫോറൊക്കെ വരുമ്പോൾ എന്താ നമുക്ക് ക്ലിക്ക് ആവേണ്ടേ? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ ഈ 4 ഓപ്ഷനകത്ത് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടാവും. ഹാവ് ബീൻ ലിവിങ് മാത്രമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ടെൻസ് അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഹാവ് ബീൻ ലിവിങ് ആണ്. ദേ ഹാവ് ബീൻ ലിവിങ് ടുഗെദർ സിൻസ് 2001. ക്ലിയർ ആയല്ലോ? ഐ ഡാഷ് എ ലെറ്റർ ടു മൈ മദർ യെസ്റ്റർഡേ. ആൻസർ റോട്ടാണ്. യെസ്റ്റർഡേ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പിന്നെ പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ആൻസർ റോട്ടാണ്. മൈ ഗ്രാൻഡ് ഫാദർ ഡാഷ് ഫോർ എ വാക്ക് എവ്രി മോർണിംഗ്. ആൻസർ ഗോസ് ആണ്. മൈ ഗ്രാൻഡ് ഫാദർ ഗോസ് ഫോർ എ വാക്ക് എവ്രി മോർണിംഗ്. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ആ ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട് എവ്രി മോർണിംഗ് അല്ലേ. എവ്രി മോർണിംഗ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റൂട്ടീനാണെന്ന് അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കും. അത് മാത്രമല്ല ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് ഗോസ് ഉപയോഗിക്കാൻ കാര്യം. ദ സൺ ഡാഷ് വെൻ ഐ ഗോട്ട് അപ്പ്. ആൻസർ ഹാഡ് റൈസൺ ആണ്. ദ സൺ ഹാഡ് റൈസൺ വെൻ ഐ ഗോട്ട് അപ്പ്. എങ്ങനെ എനിക്ക് മനസ്സിലായത് ഹാഡ് റൈസൺ ആണെന്നുള്ളത്? കാരണം ഞാൻ എണീറ്റപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള ആക്ഷൻ എന്താ? സൂര്യൻ ഉദിച്ചു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അതിന് ശേഷമാണ് ഞാൻ എണീറ്റത്, അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമായിരിക്കും പറയുന്നത്. The child dashed for 2 hours. ആൻസർ ഹാസ് ബീൻ സ്ലീപ്പിംഗ് ആണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം എന്താ, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് 4 ആണെന്നുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് ഇതിനകത്ത് 2 ആൾക്കാരുള്ള ആരൊക്കെയാണ്? ഒന്ന് ഹാസ് ബീൻ സ്ലീപ്പിംഗും ഉണ്ട്, പിന്നെ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഉണ്ട്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് രണ്ടും കൊടുത്തേക്കുന്നത്, 2 ഓപ്ഷൻ. ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ആൻസർ എന്താ? ഹാസ് ബീൻ സ്ലീപ്പിംഗ് ആണ്. ചിൽഡ്രൻ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹാവ് ബീൻ സ്ലീപ്പിംഗ് ആണ് കേട്ടോ. കാരണം ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. വെൻ ദ ബോയ്സ് റീച്ച് ദി സ്കൂൾ ദ ബെൽ ഡാഷ്. ആൻസർ എന്താ? ഹാഡ് റങ് ആണ്. എങ്ങനെ മനസ്സിലായ ഹാഡ് റങ് ആണെന്നുള്ളത്? ക്വസ്റ്റ്യൻ വായിച്ച്. വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഡാഷ്. ബോയ്സ് സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള പ്രവൃത്തി ഏതാ? ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ബോയ്സ് സ്കൂളിൽ എത്തിയത് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നടന്നിട്ടുള്ള കാര്യം എന്താ? ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്, ഹാഡ് റങ് ആണ്. പിന്നെയാണ് ബോയ്സ് എത്തിയത്, അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. റഹീം യൂഷ്വലി ഡാഷ് ടിൽ 8 o'clock. ആൻസർ സ്ലീപ്സ് ആണ്. റഹീം യൂഷ്വലി സ്ലീപ്സ് ടിൽ 8 o'clock ആണ്. എന്താ റീസൺ? കാരണം യൂഷ്വലി എന്നുള്ളൊരു വാക്കുണ്ടല്ലേ, യൂഷ്വലി ഓൾവേസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാം അതൊരു റൂട്ടീനാണെന്ന്. അപ്പോൾ ഇവിടെ വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് സ്ലീപ്സ് ആണ്. Peter dashed his homework before the teacher arrived. ആൻസർ എന്താ? ഹാഡ് കംപ്ലീറ്റഡ് ആണ്. എന്താ റീസൺ? പീറ്റർ ആദ്യം ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ടീച്ചർ എത്തിയെന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിനുശേഷം നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പീറ്റർ പിന്നെ യൂസ് ചെയ്യേണ്ടത് എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പീറ്റർ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. കണ്ടോ, അറൈവ്ഡ് ആണ്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ബിഫോർ ഹി റീച്ച് ദി ക്ലാസ് ദ ടീച്ചർ ഡാഷ് ദി ലെസൺ.
ആൻസർ ഹാഡ് സ്റ്റാർട്ടഡ് ആണ്. ഏറ്റവും ആയി നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിനുശേഷം നടന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ടീച്ചർ ലെസൺ പഠിപ്പിച്ചു അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഹാഡ് സ്റ്റാർട്ടഡ് വന്നേക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ 15 ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെങ്കിൽ അതും കൂടി പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും കൂടി പറയാം കേട്ടോ. മാർക്സും പറയുക. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും കൂടി പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.